കേരളം മുഴുവനും എല്ലാ വീട്ടിൽ ചെന്നാലും ഇത് തന്നെയാണ് അവസ്ഥ. നോക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് സ്വതന്ത്രമായിട്ടൊരു മരുന്ന് മേടിക്കാൻ പോലെ ഒക്കുവോ? കൊണ്ടുപോകാൻ ആളുണ്ടോ? രണ്ടാമതായിട്ട് ഇനി ഒരു പടി ഇറങ്ങി പോകാൻ ഞാൻ തിരിച്ചു വരുമ്പോൾ ഇവിടെ എല്ലാം കുറഞ്ഞു കിടക്കും. ഒരിക്കലും വെച്ചാലേ കുടിക്കാനും കൂടെ ഞങ്ങൾക്ക് കട തോറും നടന്നങ്ങനെ ജീവിച്ചവരല്ലല്ലോ. പിള്ളേർ ജീവനും കൊണ്ട് ഓടുക ഇവിടുന്ന്. 10ാം ക്ലാസ്സോ +2 കഴിയുമ്പോഴേ സ്ഥലം വിടുക. അതിലേക്ക് ഒരു 10-15 കൊല്ലമായിട്ട് ഈ നാട് നശിച്ചതാണ്. അർഹമായ കാര്യങ്ങളൊക്കെ ജനങ്ങൾ പിള്ളേർക്ക് കിട്ടുന്നില്ല. കിട്ടുന്നുണ്ട്. ആവശ്യം പോലെ ബ്രാൻഡ് പിടിക്കാം, കഞ്ചാവ് തിന്നാം, പിന്നെ അടിക്കി ഉണ്ടാക്കാം, പിന്നെ മാധ്യമങ്ങൾക്ക് ജോലിയായി ഇഷ്ടംപോലെ ജോലിയായില്ലേ മാധ്യമങ്ങൾ. ഒരു തിരുവോണ നാളിൽ എവിടെയെല്ലാം മകൻ അച്ഛനെ കൊന്നു, അച്ഛൻ മകനെ കൊന്നു, അമ്മയെ കൊന്നു, എന്നിട്ട് പിന്നെ അതുകൊണ്ട് നടക്കും. ഈ കൊല്ലാൻ കാര്യമല്ല, അടിച്ചടിച്ചടിച്ച് പോകുന്നില്ല. ഇന്നലെ ഞാനൊരു വീട്ടിലൊരു വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായ കൊച്ചിനെ കാണാൻ ചെന്നിട്ട് എനിക്ക് ആ കൊച്ചിൻ്റെ അടുത്ത് 10 മിനിറ്റ് ഇരിക്കാൻ തോന്നിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഗ്രഹനാഥൻ അടിച്ചടിച്ചടിച്ചടിച്ച് വന്നിട്ട് മണവും മൂക്ക് പിടിക്കാൻ മൂന്നിറങ്ങില്ല. സർക്കാർ 100 മീറ്റർ ഇടപെട്ട് തുടങ്ങുമല്ലേ? അതുകൂടെ പറയണ്ടേ നമ്മൾ? ഇത് പെണ്ണുങ്ങൾ പോയി കുടിക്കുന്നില്ല, ആണുങ്ങളല്ലേ കുടിക്കുന്നുള്ളൂ. ഇപ്പോൾ ഒന്ന് കണക്കെടുക്കണം എന്ന് കുടിച്ചതിൻ്റെ. ചാലക്കുടിയാ എപ്പോഴും ഏറ്റവും കുടിയന്മാരുടെ കേന്ദ്രം. ചാലക്കുടി തന്നെയൊന്നുമല്ല കുഞ്ഞ്. ലോകത്തിൽ എന്നാ ചെയ്യാൻ പോകുന്നെങ്കിലും എല്ലാവരെ കാണിക്കണം. ഞങ്ങളിതൊന്നും നടത്തുന്നു. അതിന് അവിടുത്തെ സർട്ടിഫിക്കറ്റ് ബ്രാൻഡിക്ക് ചെന്ന അമ്മയുടെ കിഡ്നി കൊടുത്തേച്ചാണോ വന്നത് തിരക്കത്തിൽ? അമ്മയുടെ കിഡ്നി കൊടുത്തേച്ചാണോ വന്നത് തിരക്കത്തിൽ? കൂട്ടത്ത് കുടിഞ്ഞില്ല. അതുകൊണ്ട് വന്നിട്ടോ കൊച്ചിന് വേറൊരു കൂട്ടം കേൾക്കണം. വലിയ സങ്കടമുണ്ട് കടയിൽ, എല്ലാ കടയിലും. ഇവിടെ തിരികെ കൈ പിടിച്ചുകൊണ്ട് വരിക. ഇങ്ങോട്ട് വന്ന് ചിലപ്പോൾ ഒരു വെള്ളം എടുക്കും, അല്ലെങ്കിൽ ഒരു കല്ല് എടുക്കും കേട്ടോ. ഒരു കൂടിങ്ങെടുത്തു. ഇത്രയും ബ്രാൻഡി കൊടുക്കണമെങ്കിൽ ആ വെള്ളം കൊടുത്ത ലാഭത്തിലൂടെ കൂടി കൊടുത്താൽ പോലെ. ഇവിടുന്ന് 5000 രൂപയുടെയും 2000 രൂപയുടെയും 3000 രൂപയുടെ ബ്രാൻഡി മേടിച്ചാൽ കൂടി വേണം. ഇത് മേടിച്ചിട്ട് ഓടുക. കുടിയിട്ട് വന്നിട്ട് ജീപ്പിട്ട് മേടിച്ചാൽ കൂടിൻ്റെ ഒരു പോകത്തിന് ഈ കൂടിന് ഞങ്ങൾ പൈസ കൊടുക്കണം. പിന്നെ ആ കൂടെ ഇറക്കിയെന്ന് പറഞ്ഞ് പഞ്ചായത്ത് കൊടുക്കണം. അത് കൂടാതെ കൂടെ അവർ വരുമ്പോൾ കൂടി വെച്ചേക്കാനൊക്കെ വരും. അവരെടുത്തോണ്ട് പോകും. ആളുകൾ വല്ലതും